എന്റെ ആത്മീയ നിർവൃതി പെട്ടെന്ന് അവസാനിച്ചു. ഇതെല്ലാം ഭയാനകമായി എന്നെ കുഴക്കി. രാവിലെ കുർബാനയ്ക്ക് ശേഷം മദർ സുപ്പീരിയറോട് ഞാൻ എല്ലാം പറഞ്ഞു. സ്നേഹത്തോടും സന്മനസ്സോടും കൂടെ മദർ അതെല്ലാം ശ്രവിച്ചു. കരഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചു, എപ്പോൾ, എങ്ങനെ ഈ വിശുദ്ധ വസ്ത്രം ഞാൻ എടുത്തു മാറ്റണം? എന്തിനാണ് ഞാൻ ഈ മഠം വിട്ടു പോകുന്നത്? സക്രാരിയുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു. എന്നാലും നിത്യജീവന്റെ വസ്ത്രം നേടുന്നതിന് എന്റെ വിശുദ്ധ വസ്ത്രം മാറ്റേണ്ടി വരുമെന്ന ചിന്ത അപ്പോഴും എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഈശോയുടെ സ്വരം കേട്ടു. ഈ വസ്ത്രം നിനക്ക് മാറ്റേണ്ടി വരുമ്പോൾ ഇപ്പോൾ നീ താമസിക്കുന്നിടത്തെ എല്ലാവരും അവരുടെ വസ്ത്രങ്ങൾ മാറ്റുന്നതായിരിക്കും. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സമർപ്പിതരെയെല്ലാം പിരിച്ചുവിട്ടപ്പോൾ അത് സംഭവിച്ചു.